എന്തൊക്കെയുണ്ട് മക്കളെ, എല്ലാവരും വോട്ടൊക്കെ ചെയ്തോ? ഞാനും ഇതാ മക്കളെ വോട്ട് ചെയ്തിക്കണം. ഇനി ഇവിടുന്ന് കുറച്ച് കുട്ടികളെ വിളിക്കാൻ വന്ന് വല്യമ്മ വോട്ട് ചെയ്യാൻ പോകാന്ന് ഒരു ഓട്ടോറിക്ഷയൊക്കെ ആയിട്ട് വന്ന് ആ ഓട്ടോറിക്ഷയെ കയറ്റി എനിക്ക് വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം സർബത്തൊക്കെ വാങ്ങി തന്ന് അതൊക്കെ കുടിച്ച് എന്നെ ഇവിടെ കൊണ്ടയാക്കി. വോട്ട് ചെയ്യാൻ എളുപ്പത്തിൽ കഴിഞ്ഞിന്. വയസ്സന്മാർക്കൊക്കെ ഭയങ്കര എളുപ്പത്തിൽ അങ്ങോട്ട് വോട്ട് ചെയ്യാൻ പോവാം. കാലും കൈ ഒടിഞ്ഞോല് അങ്ങനെ സുഖമില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, ഓല് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു കുഴപ്പമില്ലാതെ പോകാം. പണ്ടത്തെ ആൾക്കാരൊക്കെ എന്താ പറയുക, വയസ്സന്മാരൊന്നും ആർക്കും കണ്ടുകൂടേനി. വയസ്സന്മാരാണെന്ന് കണ്ടാൽ മാറ്റി നിർത്തും. ഒരു തെളിവില്ല, ഓലോടൊക്കെ ഒരു കുറവ് മാതിരിയേനി. വയസ്സന്മാരൊന്നും എവിടെയും വിരുന്ന് പോകുമ്പോൾ കൊണ്ടുപോകില്ല, ഒരു കടപ്പുറത്ത് കൊണ്ടുപോകില്ല. അന്ന് കടപ്പുറമൊക്കെ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല, മക്കളുണ്ടാവുമായിരിക്കും, അന്നൊന്നും കൊണ്ടുപോകില്ല. ഇപ്പോൾ എന്താണ്, ബാല്യക്കാർ കുണ്ടന്മാർ നല്ല പോമിൽ ഒരു പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് വയസ്സന്മാരെ വണ്ടിയിൽ ചുന്തിയിട്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുപോവുക. ഇപ്പം എന്തൊക്കെ ആണിപ്പോൾ, ആകെ ദുനിയാവ് മാറി മറിഞ്ഞ്. ഇപ്പം വയസ്സന്മാരോട് ഭയങ്കര സ്നേഹമാണ്. മക്കൾക്കായാലും പേരക്കുട്ടിയൊക്കെയായാലും എല്ലാവർക്കും നല്ല സ്നേഹം. അതൊക്കെ തന്നെയല്ലേ മക്കളെ സന്തോഷം. ഒരുപാട് ആളുകൾ മണ്ണടിഞ്ഞ് പോയി, മരണപ്പെട്ടു പോയി മക്കളെ. ഐറ്റിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടാതാണ് ഐറ്റിങ്ങളൊക്കെ മരണപ്പെട്ടത്. തിരിഞ്ഞ് നോക്കാതെ ഔത്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. എന്തെങ്കിലും തിന്നാ റൂമിൽ കുത്തിരിക്കുക. കൊലായിപ്പുറത്തേക്ക് വരെ വന്നാൽ വെറുപ്പായിരിക്കും. അന്നത്തെ കാലത്ത് ആരും ഇഷ്ടമില്ലാത്തൊരു കാലം ഇനി മക്കളെ. വയസ്സന്മാരോട് വെറുപ്പാണ്. ഒരിക്കലും നല്ലൊരു തുണിയും കുപ്പായം ഉണ്ടാവില്ല. ആ പെരുന്നാളിനായാലും നിങ്ങൾ വയസ്സായില്ലേ എന്തിനാ തുണിയും കുപ്പായം എന്നൊക്കെ ചോദിക്കുന്ന കാലം ഇനി മക്കളെ. എല്ലാവരും ഇല്ല, ഉള്ള ആൾക്കാർ ചില ആൾക്കാർക്ക് അങ്ങനെ ഇനി. ഇപ്പം എന്തൊരു സന്തോഷമുള്ള കാലമാണ് മക്കളെ. ഏതൊക്കെ സ്ഥലത്താണ് വയസ്സന്മാരെ കൊണ്ട് പോണത് ആലോചിച്ച് നോക്കി കുട്ടികളെ. അതാണ് പറയുന്നത്. ഇത്ര എന്നൊരു സമാധാനം സന്തോഷം കിട്ടാതെ നമ്മളെ ഉമ്മൊക്കെ എങ്ങനെ സങ്കടത്തോടു കൂടാണ് മരണപ്പെട്ടത്. നോക്കാനും ആളില്ല, കഷ്ടപ്പെട്ട് കുറേ മക്കളെയും കുട്ടികളെയൊക്കെ ആയിട്ട് കണ്ണീര് കുടിച്ചിരിക്കണം. ഞാനും കുറേ കാലം കണ്ണീര് കുടിച്ചിരിക്കണം മക്കളെ. ഇപ്പോഴല്ലേ ലേശം ഒരു മനസ്സമാധാനം ഉള്ളത് എനിക്ക്.